ഹലോ, ഹായ് ഫ്രണ്ട്സ്. ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ആലോചിച്ചത് ഒരു വീഡിയോ ചെയ്താലോ എന്ന്. ചേട്ടനും വർക്കിന് പോവും, എൻ്റെ മോളും സ്കൂളിൽ പോവും, പിന്നെ ഞാൻ എൻ്റെ പൊടിക്കൊച്ചായിട്ട് ഇങ്ങനെ ഇരിപ്പായിരിക്കും. ഒരുവിധം ജോലികളൊക്കെ രാവിലെ കഴിയും, പിന്നെ കുറച്ച് ജോലികളേ ഉള്ളൂ. അത് അവളെ ഉറക്കിയതിന് ശേഷം മാത്രമേ നടക്കുകയുള്ളൂ. അപ്പം ഇന്ന് കാത്തു സ്കൂളിൽ പോകുന്നത് വരെയുള്ളൊരു വീഡിയോ ആണ്. രാവിലെ തന്നെ അരിയൊക്കെ അടുപ്പത്തിട്ടു, അതൊക്കെ വേവാറായി. പുട്ട് വയ്ക്കാൻ പോവാണേ. അപ്പം ചേട്ടൻ പറഞ്ഞു ഇന്ന് കറിയൊന്നും വേണ്ട, പഴവും പപ്പടവും മതി, പിന്നെ ഇന്നലത്തെ ചിക്കൻ കറിയുണ്ട്, അപ്പോൾ ഇന്ന് രാവിലെ പുട്ടിനായിട്ട് കറിയൊന്നും വെക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പുട്ടുണ്ടാക്കാൻ പോവാണ്. ഇവിടെ പഴയ ടൈപ്പുള്ള അരിപ്പൊടിയില്ലേ, അതാണ് ഇവിടെ ഇഷ്ടം. ഇങ്ങനെ പുതിയൊരു രീതിക്കുണ്ടല്ലോ, റവ പോലിരിക്കുന്ന പുട്ടുപൊടിയില്ലേ, അത് നമ്മൾ കുഴയ്ക്കും തോറും കൂടുതലായി വരത്തില്ലേ കുറച്ച് നേരം നനച്ച് വെക്കുമ്പോൾ. അതങ്ങനെ എനിക്കും ഇഷ്ടമല്ല, ചേട്ടനും ഇഷ്ടമല്ല. മേടിക്കാറുണ്ട്, ഇടയ്ക്കൊക്കെ മേടിക്കാറുണ്ട് കേട്ടോ, വല്ലപ്പോഴും. കാത്തൂനെ രാവിലെ ഒന്ന് എണ്ണീക്കാൻ എന്തോരം തവണ വിളിക്കണം, കാത്തു എണ്ണീക്കടാന്ന്. ഇത് പുട്ട് എളുപ്പത്തിനാണ് ഞാൻ ഇങ്ങനെ ഇഡലിത്തട്ടിൽ വെക്കുന്നത് കേട്ടോ. അത് പെട്ടെന്നുള്ളൊരു പരിപാടിയാണ്. എൻ്റെ അമ്മ അങ്ങനെ ചെയ്യാറുണ്ട്, അത് കണ്ടിട്ടാണ് ഞാനും ചെയ്യാൻ തുടങ്ങിയത്. എൻ്റെ കുഞ്ഞാപ്പീനെ ചേട്ടൻ അവിടെ ഇരുത്തിയേക്കുവാണ്, കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ പ്രശ്നമാണ്. കാത്തത് രാവിലെ ഓടിച്ചിട്ടൊക്കെ എന്തൊക്കെയോ നോക്കി എടുത്ത് വെക്കുക, ടൈം ടേബിളും പിന്നെ പഠിക്കാനുള്ളതും ഒക്കെ ഒന്ന് ഓടിച്ചിട്ട് നോക്കുവാണ്. ഞാൻ പറഞ്ഞു വന്നത്, കാത്തുനെ രാവിലെ എണീക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ നമ്മളും പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അല്ലേ, മിക്ക പിള്ളേരും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ചോറ് വെന്തു, പിന്നെ അവൾക്ക് കുളിക്കാനായിട്ടുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു. അവൾക്ക് ഇന്ന് തണുപ്പാണ്, ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞതിന് വെച്ചാൽ. ഇത് പപ്പടം കാച്ചാനായിട്ട് അടുപ്പത്ത് തന്നെ വെച്ചാണ്. അവൾ എണ്ണീറ്റു, ഉറക്കം എണ്ണീറ്റു. ഞാൻ പപ്പടം കാച്ചി ചേട്ടന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുവാണ്. കഴിഞ്ഞ സാറ്റർഡേ ഇവർക്ക് പ്രോഗ്രാമായിരുന്നു, പുതിയ കുട്ടികളുടെ അരങ്ങേറ്റമായിരുന്നു ഡാൻസ് ക്ലാസ്സിൽ. ഇത് ബാക്കി വന്ന തേങ്ങ ചിരവിയത് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കുവാണ്. എനിക്ക് തേങ്ങ തിരുമുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ ആരും ഇല്ലെങ്കിൽ ചെയ്തല്ലേ പറ്റുള്ളൂ. പക്ഷേ അനുവേട്ടൻ എനിക്ക് തേങ്ങയൊക്കെ തിരുമ്മി തരാറുണ്ട് കേട്ടോ. രാവിലെ തിരക്ക് പിടിച്ച സമയത്ത് ചേട്ടനാണ് എനിക്ക് തേങ്ങ തിരുമ്മി തരുന്നത്. ഇത് അച്ഛൻ മോക്ക് വാരി കഴിപ്പിക്കാൻ ശ്രമിക്കുവാണ്. ഇപ്പോൾ ഭക്ഷണം കഴിപ്പൊക്കെ കുഞ്ഞ് കുറഞ്ഞു, ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കുമല്ലോ. പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാനായിട്ട് നിറച്ച് വയ്ക്കുവാണ്. ഇതൊക്കെ ഞാൻ തലേ ദിവസം ചെയ്യുന്നതായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. നമുക്ക് ഡാൻസ് ടീച്ചറിൻ്റെ വീട്ടിലൊരു ക്ഷണം ഉണ്ടായിരുന്നു, കുട്ടികൾക്കും അമ്മമാർക്കും. അങ്ങനെ അവിടെയൊക്കെ പോയി, ഇന്നലെ ചേർത്തലയിൽ പോയി. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അധികം ടൈം കിട്ടിയില്ല, മഴയല്ലേ, തണുപ്പല്ലേ, കുഞ്ഞും ബഹളമാണ് എപ്പോഴും. പിന്നെ ഇത് ഉണക്കച്ചെമ്മീൻ റോസ്റ്റാണ്. കാത്തിന് വലിയ ഇഷ്ടമാണ് ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് തക്കാളിയൊന്നും ഇടാൻ പാടില്ല, അവളുടേതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കണം, അവൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ. അപ്പം സവാള, ഉണക്കച്ചെമ്മീൻ, ഇച്ചിരി ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയും കൂടി കടുക് വറുത്ത് എണ്ണയിലിട്ട് വഴറ്റി നല്ല ഫ്രൈ പോലെ ആക്കി എടുക്കുന്നതാണ് അവൾക്ക് ഇഷ്ടം. സ്കൂളിൽ പിന്നെ ഇതൊക്കെ കൊടുത്തു വിടാറുണ്ട് കേട്ടോ, മീൻ, ചിക്കൻ, ഇറച്ചി, അങ്ങനെ എല്ലാം കൊടുത്തു വിടാറുണ്ട് ഞാൻ. ഇപ്പം പിന്നെ കൂടുതലും കുട്ടികൾ അങ്ങനെയൊക്കെ കൊണ്ടുവരാറുണ്ട്. പണ്ടൊക്കെയെന്ന് വെച്ചാൽ എൻ്റെയൊക്കെ കാലത്ത് മുട്ടയൊക്കെ കൊണ്ടുപോകും, പക്ഷേ എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ സമയത്ത് മുട്ട പോലും കൊണ്ടുപോകത്തില്ലായിരുന്നു എന്നൊക്കെ പറയുമായിരുന്നു. സ്കൂളിൽ അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ലെന്ന്. അത് ശരിയാണ്, വിദ്യാഭ്യാസം നടക്കുന്നിടത്ത്, പഠിക്കുന്നിടത്ത് അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല. പക്ഷേ എൻ്റെ മകളൊക്കെ നോൺ വെജിൻ്റെ ആൾക്കാരാണ്, അപ്പോൾ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്, ഞങ്ങൾ എല്ലാവരും അങ്ങനെയാണ്. പിന്നെ അവൾക്ക് പപ്പടം വേണമെന്ന് പറഞ്ഞു, പപ്പടം പൊടിച്ചിട്ട് കൊടുക്കുവാണ് കൊണ്ടുപോകാൻ. പിന്നെ ഞാൻ ഒരു ചെറിയ സോപ്പ് കൊടുത്തു വിട്ടിട്ടുണ്ട് കൊച്ചിന് കൈ കഴുകാനായിട്ടേ. ഇതൊക്കെ കൂട്ടുന്നതല്ലേ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ പൊടിമോളെ പോയി നോക്കാറുണ്ട്, അവൾ എന്തെടുക്കുവാണ് അവിടെ.
എന്നും പറഞ്ഞ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ആൾക്കാരുണ്ടെങ്കിലും ഞാൻ പോയി ഇടയ്ക്കിടയ്ക്ക് നോക്കും. ഇത് കായലിലെ കൊഴുവയാണ്. അത് ചെറിയ പൊടിക്കൊഴുവ. ഞാനത് എന്നെ കെട്ടിച്ച് കൊണ്ടുവന്നതിന് ശേഷമാണ് ഞാനിത് കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പം ചേട്ടനത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്കത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് അത്രയും മിച്ചം വന്നിരിക്കുന്നത്. അപ്പോൾ കാത്തൂന് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തു വെച്ചതാണ്. ഇതേ എന്നെ അടുക്കളയിൽ അന്വേഷിച്ച് വരാൻ തുടങ്ങി എൻ്റെ കുഞ്ഞ്. അപ്പം ഇനി രക്ഷയില്ല, ഇനി ഞാൻ അവളെ എടുത്തുകൊണ്ട് വേണം പാചകം ചെയ്യാനായിട്ട്. ആള് കുറച്ച് പാല് കുടിക്കണം, അതിൻ്റെയൊക്കെ ഒരു ചിണുക്കാണ്. പിന്നെ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഇതേ നോക്കിക്കേ, ഇനി എടുത്തോണ്ടുള്ള പരിപാടിയാണ്. എടുത്താൽ മതി, അവൾക്ക് വേറെ കരച്ചിലോ ചിണുക്കോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതേ കാത്തൂന് ചിക്കൻ കറി കൂട്ടി മതി പുട്ടെന്ന് പറഞ്ഞതിന് അത് ചൂടാക്കുവാണ്. ലഞ്ച് ബോക്സിൽ ചോറെടുത്ത് വെക്കുന്നു. അത് തവിയുണ്ട്, പക്ഷേ ഞാൻ ഇങ്ങനൊരു പാത്രമാണ് കേട്ടോ അകത്ത് വെക്കാറുള്ളത്, ചോറിനകത്ത്. അപ്പം അതാകുമ്പോൾ നമുക്ക് തവി വിളമ്പിയിട്ട് മുകളിലെടുത്ത് വെക്കണ്ട, അല്ലെങ്കിൽ അകത്തോട്ടിട്ടിട്ട് അടപ്പൊരു വിടവുണ്ടാകും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കയറുവോ, തവി വെളിയിൽ വെച്ചാൽ എന്തെങ്കിലും ഈച്ച വരുവോ പല്ല് നക്കുവോ എന്നുള്ളൊരു ഇതൊന്നും വേണ്ട. നമ്മൾ കഴുകി എടുക്കുവാണെങ്കിലും. പക്ഷെ ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും കറിയൊക്കെ കുറച്ച് കൂടുതലേ കൊടുത്തു വിടാറുള്ളൂ. അത് കൂട്ടത്തിലെ കൂട്ടുകാരും ഒക്കെ ഉണ്ടല്ലോ, എല്ലാവരും നല്ലപോലെ കഴിക്കട്ടെ എന്ന് വിചാരിച്ച് കൊടുത്തു വിടും. അതിപ്പോൾ ഞാൻ എൻ്റെ ഷോപ്പിലേക്ക് ഫുഡ് കൊണ്ടുപോയാലും അങ്ങനെ തന്നെയാണ്. ചേച്ചിമാരൊക്കെ പറയും, നീതു ഉണ്ടെങ്കിൽ ഇന്ന് ഒരുപാട് കറി കാണും എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചിമാരെന്നെ വിളിക്കാറുണ്ട്. അങ്ങനെ അവർക്കൊക്കെ ഞാൻ ചെല്ലാത്തതിൽ വിഷമമുണ്ട്. എന്നെ എപ്പോഴും വിളിക്കും. പക്ഷേ എൻ്റെ കുഞ്ഞൊരുവിധം ആകാതെ എനിക്ക് ഷോപ്പിലിപ്പോൾ പോകാൻ പറ്റില്ല. ഇനി കാത്തൂനുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് ഞാൻ കാത്തൂനെ നോക്കും. കാത്തു എവിടം വരെ ആയി, റെഡി ആയോ എന്നുള്ളത് നോക്കാനായിട്ട് ചെല്ലുവാണ്. എനിക്ക് അങ്ങനെ നല്ലതായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ അറിയത്തില്ല. ഞാനത് പഠിച്ച് വരണം ഇനി, വീഡിയോ എങ്ങനെ നല്ലപോലെ എടുക്കണമെന്നുള്ളത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എന്ത് കമൻ്റ് ആണെങ്കിലും ഇട്ടോണം. കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലാന്ന് ഇടണം. പിന്നെ എന്താണ് മിസ്റ്റേക്ക് എന്നുള്ള ഇടണം. നല്ലതാണെങ്കിൽ നല്ലതെന്ന് ഇടണം. എൻ്റെ കുറച്ച് സ്ട്രെസ്സിനും ഒരു ഡിപ്രഷനും ഒക്കെ എനിക്കിതൊരു ആശ്വാസമായിട്ടാണ് തോന്നുന്നത്. മിക്കവർക്കും അറിയാമായിരിക്കുമല്ലോ എന്താണ് എൻ്റെ വിഷമം എന്നുള്ളത് അറിയാമായിരിക്കും. അറിയാത്തവർക്ക് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. പിന്നെ ലഞ്ച് ബോക്സൊക്കെ എടുത്ത് വെക്കുവാണേ. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ആരൊക്കെയാണ് പുട്ടിൻ്റെ കൂടെ മിക്സർ കൂട്ടി കഴിക്കുന്നത്? ഞാൻ ഇവിടെ വന്ന ശേഷമാണ് ചേട്ടൻ അങ്ങനെ കഴിക്കുന്ന കണ്ടിട്ട് ഞാനും അങ്ങനെ കഴിക്കാറുണ്ട്. എനിക്കും ഇഷ്ടമാണ്. പാത്രങ്ങൾ ഇത്രയുണ്ട് കഴുകി വയ്ക്കാൻ. പിന്നെ തുണിയൊക്കെ രാവിലെ അടിച്ചു. ഇനി വെയിൽ വന്നാൽ അതൊക്കെ വിരിച്ചിടണം. കാത്തു റെഡിയായി. എനിക്ക് ലാസ്റ്റ് സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ബാറ്ററി ചാർജ് കുറഞ്ഞു. കാത്തൂനെ കണ്ട് ടാറ്റ കൊടുക്കുന്ന എൻ്റെ കുഞ്ഞുവാവ.